Praise Jesus. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. നന്ദിയുള്ള ഹൃദയത്തോടെ ആ കരങ്ങളെ ഉയർത്തി ആദരങ്ങളെ തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിലെ വസിക്കുന്ന സർവശക്തരായ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഭാരങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തയുടെ കരം ഇന്ന് പകലിലും നമ്മെ താങ്ങി നടത്തിയെങ്കിൽ ആമേൻ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചവർ ആമേൻ ഇന്ന് രാത്രി ആദരങ്ങളെ തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തരായ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതരായിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് പകലിലും അനേകർ വേദനയോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടെ, നിരാശയോടെ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുമ്പോൾ ആമേൻ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലും ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ എല്ലാം നടുവിൽ കരം പിടിച്ചു നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തയുടെ കരം ആമേൻ ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ചലിക്കേണ്ടതിനായി എല്ലാ അധരങ്ങളും തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകലിന്റെ മണിക്കൂറുകളിൽ അതിശനായിരിക്കുന്ന ദൈവം അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ. ഇന്ന് രാത്രി കുടുംബമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുന്ന് നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയാട്ട്. ഈ ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ആയിരുന്നെടുത്ത് അങ്ങ് അവരെ സൂക്ഷിച്ചു, പരിപാലിച്ചു. അവിടുത്തെ വിശ്വസ്തതയ്ക്ക്, അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ദാനമായി നൽകിയാട്ട്. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവം ദൈവം കൂടെ ഇരിക്കണം. ഇന്ന് രാത്രിയിലും അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇന്ന് രാത്രിയിലും ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം പ്രഘോഷിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ സ്വർഗ്ഗമിടയാക്കണമേ. എല്ലാ നിലകളിലും അങ്ങയുടെ പുണ്യനാമം മഹിമപ്പെടുവാനിടയാകട്ടെ. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ അവരുടെ കരങ്ങളെ ആമേൻ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാറും. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കൈതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാം, ഹൃദയം ഒരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ, ഹൃദയമൊരുക്കും. വഴിയിൽ വീണാലോ വചനം ഫലമേല, വയലിൽ വീണാലെല്ലാം
കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിൽ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വയലോലകളിൽ കതിരുകളായി വിളകൊയ്യാനാ അണിചേർന്നിടാ. വയലോലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിലും? ആമേൻ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ആമേൻ വക്താവായി, ഹല്ലേലൂയ, വക്താക്കളായി ഇന്ന് രാത്രിയിലും ആയിരിക്കാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവകൃപയെ അനുഭവിക്കുന്നവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നാം മാറിയാലും മാറാത്തവൻ, നാം അവിശ്വസ്തനായാലും അത് വിശ്വസ്തനായി പ്രവർത്തിക്കുന്നവൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആമേൻ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് രാത്രി സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരം പിടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഒരു സമാധാന നിയമം, ആമേൻ അതെ, കരുണയുള്ളവനായ ദൈവം ഹല്ലേലൂയ നമ്മോട് അരുളി ചെയ്യുന്നു. എന്റെ ദയ നീങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആമേൻ. ഇന്നലെ
കണ്ടവർ ഇന്ന് കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, പലരും മാറിപ്പോകുമ്പോൾ, കാലാവസ്ഥ മാറിപ്പോകുമ്പോൾ, പ്രതികൂലങ്ങൾ, ആമേൻ, പ്രതിസന്ധികൾ ജീവിതത്തിന് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, മാറാത്തവനായി, ആമേൻ, അതേ, മാറ്റമില്ലാത്തവനായി, അന്നും ഇന്നും എന്നും നമ്മോട്, ആമേൻ, കരുണ കാണിക്കുന്നവൻ, ഹല്ലേലൂയ, അവന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുന്നില്ല എന്ന്, ആമേൻ, കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ. ഹല്ലേലൂയ, ആമേൻ. താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പോയി പോകും. ആമേൻ. ഭൂമി വസ്ത്രം പോലെ പഴുകും. ആമേൻ. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. ഹല്ലേലൂയ. കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ആമേൻ, നിങ്ങളുടെ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തുവിൻ. ഒരിക്കൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്ക്, ആ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണി തീർക്കാമെങ്കിൽ തീർത്തോ, അതുപോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. ആമേൻ. ഒരു മകൻ പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് അബ്രഹാം, ആമേൻ, ദൈവശബ്ദം കേൾക്കുന്നത്. ഹല്ലേലൂയ. അതെ, കടൽക്കരയിലേക്ക്, ആമേൻ, നോക്കിയിട്ട് ആ മണൽ തരികളെ എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തോളാൻ പറഞ്ഞു. അതുപോലെ ഞാൻ നിങ്ങൾക്ക് തലമുറ തരുവാൻ പോകുകയാണ്. ആമേൻ. വിശ്വാസ കാൽച്ചുവടുകളെ വെക്കുവാൻ സമർപ്പിക്കപ്പെട്ട അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുത്തു, കാണുവാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ. ഹല്ലേലൂയ. അവൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു തലമുറ പോലും അവനില്ല. എന്നാൽ ആമേൻ, അവനോട് ദൈവം പറഞ്ഞു, നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, അതുപോലെ ഞാൻ നിനക്ക് തലമുറകളെ നൽകി തരാൻ പോകുകയാ, സന്തതിയെ നൽകി തരാൻ പോകുകയാ. നിന്നാൽ അതേ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാ. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്കൊന്ന് ഉയർത്തുവിൻ, താഴെ ഭൂമിയിലേക്ക് നോക്കുവിൻ. ആകാശം പുക പോലെ പോയി പോകും. ആമേൻ. ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുകു പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളും ആയിരിക്കുന്ന ഈ ഭൂമിയെ നോക്കി ചില കാര്യങ്ങൾ അത് ഗ്രഹിക്കുവാൻ സ്വർഗം പറയുകയാ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, ആമേൻ, ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പാനായിട്ട് പറയുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക ഉപമകളിലൂടെയാണ് കർത്താവ് തന്റെ വചനം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളോരേ. ആമേൻ. എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി കേൾക്കുവാൻ താല്പര്യമുള്ളവർ അവരുടെ വിലപ്പെട്ട സമയം അല്പസമയം ഈ ലൈവിൽ, ആമേൻ, നീക്കിവെച്ചായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇമ്പമേറിയ ദൈവശബ്ദം ദൈവം ഇന്ന് രാത്രി കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നീതിയെ അറിയുന്നവരും, ആമേൻ, ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളോരേ. ആമേൻ. എൻ്റെ വാക്ക് കേൾപ്പി. ആമേൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. ഇന്ന് പകലിലും, ആമേൻ, നിന്നെ നിന്ദിച്ചവരുണ്ടെങ്കിൽ, ആമേൻ, നിന്നെ പരിഹസിച്ചവരുണ്ടെങ്കിൽ, നിന്നെ അകറ്റി നിർത്തിയവരുണ്ടെങ്കിൽ, അതിൻ്റെ നടുവിൽ നീ ഭയപ്പെട്ടു പോകരുത്. അത് നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയുമരുത്. ഹല്ലേലൂയ. ആമേൻ. അത് നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളോരേ. ഇന്ന് രാത്രി അവന്റെ വാക്ക് കേൾപ്പിയെ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയുമരുത്. കാരണം ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചുറ്റും, ആമേൻ, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി ആലും നാം ഭയപ്പെടുകയില്ല. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ രാജ്യത്ത്, ആമേൻ, കണ്ണിന്റെ മുമ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും, ആമേൻ, നീതി അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ ഇന്ന് രാത്രി അവന്റെ വാക്ക് കേൾപ്പി.
ആമേൻ, നാം ആയിരിക്കുന്ന രാജ്യത്ത്, നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു ദൈവഭയത്തിൽ ഭയപ്പെടാതെ കണ്ട് ജീവിക്കുവാൻ ഉതകുമാർ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കാരണം ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും അകത്ത് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ ഈ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവൻ വസിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കത്തക്ക വിധത്തിൽ ആമേൻ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും ഒഴുകുന്ന ജീവജല നദി ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആമേൻ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിനെ പ്രാപിച്ചവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തി ആകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. സത്യമായിട്ടും ആമേൻ തന്നെ അനുഗമിച്ച അത് തന്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തി ആവുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. ആമേൻ. ദയ കാണിക്കുന്ന കർത്താവ് ഹല്ലേലൂയ അരുളി ചെയ്യുന്നു, എന്റെ ദയ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ, കേൾവിക്കാരെ പോലെ ഇരിക്കാതെ ഇന്ന് രാത്രി നീ കേൾക്കുന്നത് പ്രാപിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന യഹോവയാം ദൈവം ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന ഭവനത്തിനകത്ത് ആമേൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി എത്ര വിദൂരെ ആയിരുന്നാലും, ഏത് രാജ്യങ്ങൾക്ക് അപ്പുറമായിരുന്നാലും ഇന്ന് രാത്രി ആ ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ പകർന്ന് നിന്നെ ശക്തീകരിപ്പാൻ ശക്തനായവൻ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നാം വളരെയധികം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കത്തക്ക വിധത്തിൽ ആമേൻ ചില ഭാരങ്ങളിലൂടെ, ചില പ്രയാസങ്ങളിലൂടെ, ചില കഷ്ടതകളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ ആമേൻ കടന്നു പോകേണ്ടതായി വരുന്നു. ഹല്ലേലൂയ. നമ്മൾ അത്തരമൊരവസ്ഥയിലാണെങ്കിൽ ഹല്ലേലൂയ ആ ധാരണ മാറ്റുവാനും ഹല്ലേലൂയ യഹോവയിൽ ശക്തനാകുവാനും ആമേൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ദൈവത്തിന്റെ വചനം ആമേൻ യഥാസമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഒരുപക്ഷെ ഡയറക്റ്റായി ദൈവം നമുക്ക് നൽകും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ നമുക്ക് നൽകി തരും, അത് സ്വപ്നത്തിലൂടെ നൽകി തരും. ആമേൻ. ഒരു കൊച്ചു കുഞ്ഞിലൂടെ ആണെങ്കിലും ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ചില സമയങ്ങളിൽ ആമേൻ നാം വളരെയധികം പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസം ഉണ്ടാകത്തക്ക വിധത്തിൽ അതേ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആ വചനം ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആമേൻ ഇരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അത്തരമൊരു അവസ്ഥയിലാണെങ്കിൽ ഹല്ലേലൂയ ആ ധാരണ മാറ്റുവാനും യഹോവയിൽ അത് ശക്തനാകാനും ഹല്ലേലൂയ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് യഥാസമയങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അവന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ അതേ കഷ്ടതയിൽ, നമ്മുടെ പരിശോധനയിൽ ഹല്ലേലൂയ ഉടൻ തന്നെ ആമേൻ അതേ നമുക്ക് അതേ ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ നാം വായിക്കുന്ന വചനം ദൈവശക്തിയാൽ, നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ദൈവശക്തി
ശക്തിയായി അത് നമ്മെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി അത് വേദനയുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പരീക്ഷയുടെ നടുവിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ തകർന്നു പോകാതിരിക്കുവാൻ അത് തക്ക സമയത്ത് ആമേൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന ഒരു ഭക്തനെ ഉയർത്തുവാൻ തക്കവണ്ണം ഉദകമാറ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനം അവനെ കേൾപ്പിച്ച് അവനെ ശക്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അത്ഭുതവും ആമേൻ അതേ പ്രതിഫലവും അടുത്തിരിക്കുകയാണ്. നാളുകളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അടുത്തിരിക്കുകയാണ്. കാത്തിരിപ്പിന് മറുപടി അടുത്തിരിക്കുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരുമെന്ന് തിരുവചനം അതേ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വാഗ്ദത്ത വചനം ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന ചിലരിൽ സംഭവിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ നിങ്ങൾക്ക് ജീവൻ നൽകി. ഹല്ലേലൂയ. അവന്റെ കരുണ നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഒരു കണ്ണിനും കനിവ് തോന്നാതിരുന്നപ്പോൾ കരുണാമയന്റെ കണ്ണ് നിങ്ങളെ കണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരും നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ കരം പിടിച്ച് ഉയർത്താതിരുന്നപ്പോൾ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ച് അതേ കരം നിങ്ങളെ പിടിച്ചുയർത്തിയെങ്കിൽ ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. സമാധാനത്തിനായുള്ള ഉടമ്പടി നിങ്ങളെ നിഷേധിക്കില്ലെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവം നൽകിയ വാഗ്ദത്തം അവൻ മാറ്റി പറയത്തില്ല. ഹല്ലേലൂയ. നിന്റെ തലമുറയെ കുറിച്ച് ദൈവം നിന്നോട് ആമേൻ അതേ വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കാലങ്ങൾ എത്ര അതേ മുൻപോട്ട് പോയാലും അത് നിവർത്തിപ്പാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. നാം വായിച്ച പ്രാരംഭ തിരുവെഴുത്ത് ധ്യാനിക്കുക. ഹല്ലേലൂയ. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ശക്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. താമസിയാതെ നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആമേൻ ആസ്വദിക്കുവാൻ തുടങ്ങും. അത് അനുഭവിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ എല്ലാ വേദനകളെയും മറന്ന്, ഹല്ലേലൂയ, നിങ്ങളുടെ പരിശോധനയുടെ എല്ലാ ആമേൻ അനുഭവങ്ങളും മറന്ന് അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് അത് കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രിയിലും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, വചനം ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ ശക്തീകരിപ്പാൻ തക്കവണ്ണം പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഉപദ്രവമാകട്ടെ, പ്രലോഭനങ്ങളാകട്ടെ, അത് പരിശോധനകളാകട്ടെ, വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാകട്ടെ, ആമേൻ, ഇത്യാദി വിഷയങ്ങളിലൂടെ കടന്നു പോകാതെ, ഹല്ലേലൂയ, അത് കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച ആമേൻ ആരും, ഹല്ലേലൂയ, അത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത് അനേക പരിശോധനകൾ കടന്നു വരുന്നതായി കാണുവാൻ കഴിയുന്നു. അതേ മോശയുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. മോശയുടെ ജനനം മുതൽ ആമേൻ ശക്തനായ ദൈവം മോശയെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് പോലും അവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പരിശോധനകൾ, പരീക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്നതായി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ യിരെമ്യാവിനെ നോക്കിക്കേ, ഏലിയാവിനെ നോക്കിക്കേ. ആമേൻ ഓരോ ഭക്തന്മാരുടെ ജീവിതത്തിലും വളരെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പരിശോധനകൾ അവർ തരണം ചെയ്തിട്ടാണ് ശക്തരായ ശുശ്രൂഷകന്മാരായി അത് ദൈവത്താൽ പ്രയോജനപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവരുടെ വിശ്വാസത്തിന് പ്രതിഫലം നൽകിയതായി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, അവരുടെ കാത്തിരിപ്പിന് ദൈവം മറുപടി നൽകി. ആമേൻ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ കണ്ട് ദൈവം അവരുടെ പ്രത്യാശ വർദ്ധിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാത്തിരിപ്പ് വൃഥാവാകത്തില്ല. ആമേൻ. പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത നിലയിൽ അത് കാത്തിരിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, മാതാവേ കരയുന്ന നിനക്ക് വേണ്ടി, പിതാവേ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ചുവടുവെടുക്കുന്ന നിനക്ക് വേണ്ടി, അഭിഷക്തനെ നിനക്ക് വേണ്ടി ആമേൻ അവന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരം
കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അതേ, നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മഹിമ കണ്ട സാക്ഷിയായി ലോകം മുഴുവൻ പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയായി അല്ല, ആമേൻ, നിങ്ങൾ വിജയിച്ച ഒരു വ്യക്തിയായി. ചൂരച്ചെടിയുടെ തണലിന്റെ കീഴിൽ നിരാശപ്പെട്ടിരുന്ന ഭക്തൻ അതേ തീർന്നുവെന്ന് ചിന്തിച്ച് ആമേൻ എന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിരുന്ന ഭക്തനെ എഴുന്നേൽപ്പിച്ച് ആമേൻ മുമ്പോട്ട് നയിച്ച ദൈവം ഇന്ന് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ, ഭാരത്തോടായിരിക്കുന്ന നിന്നെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാം അസ്തമിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്ന നിന്നെ ശക്തീകരിപ്പാൻ ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകൾ കേൾപ്പിക്കുന്നത് ആമേൻ എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ മഹിമ കണ്ട സാക്ഷിയായി അതേ മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കുവാൻ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, ആമേൻ, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ഹല്ലേലൂയ. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ അവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. ആമേൻ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് സാക്ഷിയായി മുമ്പോട്ട് പോകുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു ജയാളിയായി മുമ്പോട്ട് പോകുവാൻ കഴിയുന്നത്? ആകാശം മാറും, അതേ, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ഈ ലോകം നൽകാത്ത സമാധാനം നൽകുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനിലൂടെ ആമേ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല. ആമേൻ. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ദൈവസന്നിധിയിൽ പാപം ചെയ്ത് അകന്നു പോയ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള പദ്ധതി ഈ ലോകത്തിലായിരുന്ന ഒരു മനുഷ്യന്റെയും കണ്ണിൽ കണ്ടിട്ടില്ല, കാതിൽ കേട്ടിട്ടില്ല. ആമേൻ. ആരും കേൾക്കാത്ത, ആരും കണ്ടിട്ടില്ലാത്ത ആമേൻ രക്ഷയുടെ പദ്ധതി സ്വർഗമൊരുക്കി. ആമേൻ. ആമേൻ. അവൻ നമ്മുടെ അകൃത്യങ്ങൾ, ഞാനും നിങ്ങളും ആമേൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ആമേൻ മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി സൗഖ്യമില്ലാതായിരിക്കുന്ന ആമേൻ സമാധാനമില്ലാതായിരിക്കുന്ന സന്തോഷമില്ലാതായിരിക്കുന്ന മാനവരാശിക്ക് സമാധാനമുണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാൻ, സൗഖ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവമൊരുക്കിയ രക്ഷയുടെ പദ്ധതി. ഹല്ലേലൂയ. അത് ചെറുതല്ല, അത് വലുതാണ്. ഹല്ലേലൂയ. ആമേൻ. ആ പദ്ധതിയുടെ പാക്കേജിനകത്ത് അവൈലബിൾ ആയിരിക്കുന്നതെല്ലാം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ കേട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ആമേൻ. അതെ, ഒരിക്കൽ കൂടി ആമേൻ എന്ന വാക്കുകൾ ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ. കുലുങ്ങുവാൻ സമ്മതിക്കാത്ത, തകർന്നു പോകുവാൻ സമ്മതിക്കാത്ത, നശിച്ചു പോകുവാൻ സമ്മതിക്കാത്ത, നിത്യജീവൻ നൽകുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. അവന്റെ നീതിയുള്ള കരം, അവന്റെ ആ കരുണയുള്ള കരം, ആ ദയയുള്ള ആ കരം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിന്നോട് അതേ ദയ കാണിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. കുലുങ്ങുവാൻ, അതായത് സൃഷ്ടിച്ചവയെ നീക്കം ചെയ്യുന്നതിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, കുന്നുകളെ സൃഷ്ടിച്ചവൻ പറയുകയാണ് അതൊക്കെ നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അതൊക്കെ മാറിപ്പോകും, എന്നാൽ എന്റെ ദയയോ മാറിപ്പോകത്തില്ല. ആമേൻ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്.
എങ്ങനെയാ? ഒരു ചുരുൾ ചുരുട്ടുന്നത് പോലെ ആമേൻ ആകാശം പിന്നോട്ട് പോയി. വായിച്ചട്ട വേഗം. ആമേൻ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. വേഗം വായിച്ചു. ഹല്ലേലൂയ. 6:14. ഒരു ചുരുൾ ചുരുട്ടുന്നത് പോലെ അവിടെ ആകാശം പിന്നോട്ട് പോകുന്നതായി കാണുന്നു. ഹല്ലേലൂയ. എല്ലാ പർവ്വതവും ദ്വീപും അതിന്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകുന്നതായി കാണുന്നു. ഹല്ലേലൂയ. 6-ാം അധ്യായം 14-ാം വാക്യം. പുസ്തകൾ ചുരുൾ പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. നോക്കിക്കേ. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഇങ്ങനെയാ. ഒരു ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം എന്ത് ചെയ്തു? ആമേൻ. പിന്നോട്ട് പോയി, മാറിപ്പോയി. ഹല്ലേലൂയ. എല്ലാ പർവ്വതവും ദ്വീപും അതിന്റെ സ്ഥാനത്ത് നിന്ന് സ്വസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്തു? ഇളകിപ്പോയി. ഹല്ലേലൂയ. അത് സൃഷ്ടിച്ചവൻ. ആമേൻ. അത് സൃഷ്ടികർത്താവ് പറയുകയാണ് അങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഭയപ്പെടാതെ കൊണ്ട് മുമ്പോട്ട് ജീവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അത് ശക്തമായി തന്റെ മക്കൾക്ക് അനുകൂലമായിട്ട് ചലിക്കും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 25:12. ആകയാൽ ഞാൻ അവന് എന്റെ സമാധാനം ഉടമ്പടി കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കാം. ഹല്ലേലൂയ. ആമേൻ. ആകയാൽ ഞാൻ അവന് എന്റെ സമാധാന ഉടമ്പടി കൊടുക്കുന്നു. വായിച്ചേ. 25:12. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സമാധാനം നൽകുവാൻ ശക്തനായ കർത്താവ്. ആമേൻ. സമാധാനമില്ലാതായിരിക്കുന്നവർക്ക് ആമേൻ ഈ ലോകം നൽകാത്ത സമാധാനം നൽകുവാൻ ശക്തന വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ആകയാൽ ഇതാ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനായി മതി. ആമേൻ. 2 ശമൂവേലിന്റെ പുസ്തകം 23:5 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. എന്റെ ഗ്രഹം അല്ലെങ്കിൽ എന്റെ ഭവനം ദൈവത്തോട് ശരിയല്ലേ എന്നൊരു ചോദ്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആജ്ഞാപിക്കുകയും ആമേൻ അതുപോലെ തന്നെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരു നിത്യ ഉടമ്പടി അവൻ എന്നോടൊപ്പം എന്ത് ചെയ്തിരിക്കുന്നു? സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഭവനം ദൈവത്തോട് ശരിയല്ലേ? ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെ ജീവിതം ആമേൻ ദൈവ മുമ്പാകെ എപ്രകാരമായിരിക്കുന്നു? ഹല്ലേലൂയ. അതെ, എല്ലാ ഭാഗത്തും ആജ്ഞാപിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന ഒരു നിത്യ ഉടമ്പടി അവൻ എന്നോട് സ്ഥാപിച്ചിരിക്കുകയാണ്. 2 ശമൂവേൽ 23:5. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെ അല്ലയോ? അവൻ എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. എന്റെ പൂർണ്ണമായ രക്ഷയും എന്റെ എല്ലാ ആഗ്രഹവും ആമേൻ അവൻ വരുത്തുകയില്ലയോ? ആമേൻ. സങ്കീർത്തനത്തിൽ ഭക്തൻ 89:34 ആമേൻ ഞാൻ എന്റെ ഉടമ്പടി ലംഘിക്കുകയോ എന്റെ അധരങ്ങളുടെ ഉച്ചാരണം മാറ്റുകയോ ചെയ്യുകയില്ല എന്ന് ആമേൻ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവ നശിച്ചു പോകും. അവരെല്ലാവരും ഒരു വസ്ത്രം പോലെ ക്ഷീണിച്ചു പോകും. ആമേൻ. വസ്ത്രം പോലെ നിങ്ങൾ അവയെ മാറ്റും. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ആമേൻ ഞങ്ങൾക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവൻ ആധിപത്യം അവന്റെ ചുമലിൽ ഇരിക്കും. ആമേൻ. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും.
ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51:6 അത് നേരത്തെ ഞാൻ ഓർപ്പിച്ചു. നിങ്ങളുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴെ ഭൂമിയിലേക്ക് നോക്കുക. ആമേൻ. ആകാശം പുക പോലെ മാഞ്ഞു പോകും. ആമേൻ. ഭൂമി ഒരു വസ്ത്രം പോലെ ക്ഷയിക്കും. ആമേൻ. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും നിലനിൽക്കും. ആമേൻ. എൻ്റെ നീതി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54:8 കോപത്തിന്റെ ആ മൂർധന്യത്തിൽ ഒരു നിമിഷം പോലും എൻ്റെ മുഖം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു, എന്നാൽ നിത്യമായ ദയയോടെ ഞാൻ നിന്നോട് ആമേൻ അത് അനുകമ്പ കാണിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യഹോവ പറയുന്നു, ഇന്ന് രാത്രി ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ അതെ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിക്കുവാൻ സ്വർഗം അനുവദിച്ചെങ്കിൽ ആ ജനിച്ചത് അതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ മാനവരാശിക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവനിലൂടെയുള്ള സമാധാനം, അവനിലൂടെയുള്ള സൗഖ്യം, അവൻ വീണ്ടെടുക്കുവാൻ ശക്തന. ഇന്ന് രാത്രിയിലും സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, സൗഖ്യമില്ലാത്ത ആമേൻ പ്രത്യാശ ആമേൻ കൈവിട്ടു പോയ ആമേൻ നിരാശയോടായിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിനക്കും വേണ്ടി കൂടിയാ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ജനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55:3 നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ ആത്മാവ് അതെ ജീവിക്കത്തക്ക വിധത്തിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അത് ബലപ്പെടത്തക്ക വിധത്തിൽ ഞാൻ നിന്നോട് ഒരു നിത്യ ആമേൻ ഉടമ്പടി ഉണ്ടാക്കും. ഹല്ലേലൂയ. എൻ്റെ സ്നേഹപൂർവമായ ഭക്തി ആമേൻ ദാവീദിന് ആമേൻ അത് ഉറപ്പ് നൽകി. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് 55:7 ആമേൻ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ ചിന്തകളെയും ഉപേക്ഷിക്കട്ടെ. ഇന്ന് രാത്രി ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ ചിന്തകളെയും ഉപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ. അവൻ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരട്ടെ. അവൻ അനുകമ്പയും അവൻ നമ്മുടെ ദൈവം അവൻ മഹാകരുണയുമുള്ളവനാണ്, മഹാദയുള്ളവനാണ്. ഹല്ലേലൂയ. അവൻ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവൻ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെട്ട് അവൻ സമാധാനത്തോടെ ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ അതെ പർവ്വതങ്ങളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ പാട്ട് പാടുന്നത് പോലെ ആടത്തക്ക വിധത്തിൽ. ഹല്ലേലൂയ. ആമേൻ. യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആമേൻ ഇത് നമ്മളോടുള്ള ഉടമ്പടിയായി ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കും? ആമേൻ. ഞാൻ നിന്റെ വായിൽ ഹല്ലേലൂയ അത് എൻ്റെ വചനങ്ങളെ നൽകും. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ പകരും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ മക്കൾ രാജ്യങ്ങളിൽ ഹല്ലേലൂയ ആമേൻ അതെ ആ ദേശങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക വിധത്തിൽ അവരുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്ത് ഒരു പുതിയ ഉടമ്പടി ചെയ്ത് പുതിയ അനുഭവത്തിൽ പുതിയ നിലവാരത്തിൽ ജീവിക്കത്തക്ക വിധത്തിൽ ആമേൻ രക്ഷകനായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അവന്റെ വചനം കേൾക്കുന്ന നിന്നെയും എന്നെയും അനുഗ്രഹിപ്പാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61:8 യഹോവയായ ഞാൻ നീതിയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കവർച്ചയെയും അകൃത്യത്തെയും ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ വിശ്വസ്തതയാൽ ഞാൻ അവർക്ക് പ്രതിഫലം നൽകുകയും ആമേൻ അവരോട് നിത്യ ഉടമ്പടി നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. യഹോവ നമുക്ക് വേണ്ടി ചെയ്തത് ഹല്ലേലൂയ നിമിത്തം ആമേൻ യഹോവയുടെ സ്നേഹ നിർഭരമായ ഭക്തിയെയും ആമേൻ സുദീർഘമായ പ്രവൃത്തികളെയും ആമേൻ നാം ഹല്ലേലൂയ ആമേൻ ഇസ്രായേൽ ഗ്രഹത്തിനു വേണ്ടി ആമേൻ കരുണ കാണിക്കുന്ന അതേ മഹാദയ കാണിക്കുന്ന ഹല്ലേലൂയ അവന്റെ സമൃദ്ധിയും ഹല്ലേലൂയ അവന്റെ ആ നന്മകളും ആമേൻ അതേ അനുസരിച്ച് ഹല്ലേലൂയ അവൻ നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്ന ആ സ്നേഹം ഹല്ലേലൂയ ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ സ്നേഹം ആമേൻ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ അതനുഭവിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:36. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ട്. ആമേൻ. എൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ മാത്രമേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്നു പോകുന്നവർക്ക് അവന്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല, അവന്റെ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അവന്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വചനം കേട്ട ആര് ദൈവത്തോട് അടുത്ത് ചെല്ലുമോ അവന്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആകാശത്തേക്ക് കണ്ണുയർത്തി ഭൂമിയെ നോക്കുക. ആകാശം പുക പോലെ മാഞ്ഞു പോകും, ഭൂമി ഒരു വസ്ത്രം പോലെ പഴയതായി തീരും. ഹല്ലേലൂയ. അതിൽ വസിക്കുന്നവരും അതുപോലെ തന്നെ മരിക്കും. ഹല്ലേലൂയ. എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതി ഇല്ലാതാകിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയെ നോക്കി അത് പർവ്വതങ്ങളെ സമുദ്രത്തിന്റെ നടുവിൽ കൊണ്ടുപോകുമെങ്കിലും എന്ത് ചെയ്തില്ല, നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ആമേൻ. 46 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ അങ്ങനെയാ. അതുകൊണ്ട് ഭൂമിയെ നീക്കി പർവ്വതങ്ങളെ സമുദ്രത്തിന്റെ നടുവിൽ കൊണ്ടുപോകുമെങ്കിലും നാം എന്ത് ചെയ്യില്ല, ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ആത്യന്തികമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകുന്നത് വരെ, ആമേൻ, എല്ലാം നിറവേറുന്നത് വരെ, ഹല്ലേലൂയ, ആമേൻ, ഒരു തമാശയായിട്ടോ, ഹല്ലേലൂയ, ഒരു ശീർഷകമായിട്ടോ, ആമേൻ, ന്യായപ്രമാണത്തിൽ നിന്ന് ഒന്നും നീങ്ങി പോകത്തില്ല. അത്രമാത്രം ഉടമ്പടിയാണ് ദൈവം, ആമേൻ, തന്റെ ജനത്തോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാവ് 55:3 നമ്മൾ വായിച്ചല്ലോ. നിന്റെ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, കേൾപ്പിൻ, നിന്റെ പ്രാണന് ഒരു ഹാനിയും അതേ സംഭവിക്കാത്ത വിധത്തിൽ, ഹല്ലേലൂയ, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം, ഹല്ലേലൂയ, തന്റെ ജനത്തോട്, ആമേൻ, ഉടമ്പടി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ വീട്ടിലെങ്കിലും, ആമേൻ, ദൈവ സന്നിധി, ഹല്ലേലൂയ, ആമേൻ, ദൈവം, ആമേൻ, എന്നോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, എൻ്റെ വീട്ടിനകത്ത് നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. എൻ്റെ രാജ്യത്തിൽ നിറവേറ്റുവാൻ ശക്തനാണ്. എൻ്റെ തലമുറയിൽ നിറവേറ്റുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, അതെ, നമ്മുടെ ജീവിതത്തിൽ നീതിയോടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:10 അവർ വിശന്നും, ആമേൻ, ദാഹിച്ചു, ഹല്ലേലൂയ, ആമേൻ, അതെ, അലഞ്ഞ് തിരിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം അനുവദിക്കാത്ത ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരോട് ഉടമ്പടി ചെയ്ത ദൈവം അവർ പട്ടുപോകുവാൻ അനുവദിച്ചില്ല. അവർ മത്സരികളായിരുന്നിട്ട്, ഹല്ലേലൂയ, ആ ഉടമ്പടി ചെയ്ത ദൈവം, ആമേൻ, അവർക്ക് തീക്കൽ പാറയിൽ നിന്ന് ദാഹജലം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, പലപ്പോഴും ദൈവസന്നിധിയിൽ അതേ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ എടുത്ത തീരുമാനത്തിൽ വിശ്വസ്തയോടെ ചുവടുവെക്കുവാൻ കഴിയാതെ പോകുമ്പോഴും അത് വിശ്വസ്തനായ ദൈവം തള്ളിക്കളയാതെ പിന്നെയും തന്നോട് ചേർത്ത് നിർത്തി ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന വിശ്വസ്തനായ ദൈവത്തിന്റെ ദയ എത്രയോ വലിയതാ. ഇന്ന് രാത്രിയിലും അത് അനുഭവിക്കുന്നവർ, അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം, ആമേൻ, 2-ാം അധ്യായം അതിന്റെ 4-5. ഹല്ലേലൂയ. എന്നാൽ കരുണ സമ്പന്നനായ ദൈവം, ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അത് ഇസ്രായേൽ ജനത്തെ, ആമേൻ, അതെ, ആ കരുണയുള്ള ദൈവം, ഹല്ലേലൂയ, നീരുറവയുടെ അരികിലേക്ക് നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് 49:10 അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തീത്തോസ് 3:5 വായിക്കുമ്പോൾ നാം ചെയ്ത നീതിയുടെ പ്രവർത്തികളിലൂടെ അല്ല, പിന്നെയോ അവന്റെ കരുണയാൽ അവൻ നമ്മെ, ആമേൻ, വീണ്ടെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആ പുതുക്കത്തിലൂടെ, ആമേൻ, നമ്മെ അതേ പുതിയൊരു അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ, ആമേൻ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ ആ ദൈവത്തിന്റെ കരുണ, ആ ദൈവത്തിന്റെ ദയ, ആമേൻ, എത്രയോ വലിയതാ മാനവരാശിയോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അതെ, പുതിയ ഒരു ഉടമ്പടി യഥാർത്ഥത്തിൽ, ആമേൻ, ഇസ്രായേൽ ജനതയുടെ അതെ പ്രതിനിധികളായി എന്ന് പറഞ്ഞാൽ സ്വന്തം ജനം,
ആമേൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ഹല്ലേലൂയ ആ സ്വന്തം ജനമാക്കി അന്ധകാരത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ തെരഞ്ഞെടുത്ത് ആമേൻ അത് വിശുദ്ധ ജനവും സ്വന്തം ജനവും രാജകീയ പുരോഹിത വർഗവുമാക്കി തീർത്ത ആ ദൈവത്തിന്റെ വിശ്വസ്തത ഹല്ലേലൂയ ആമേൻ. അതേ മത്തായി സുവിശേഷം 26 ആമേൻ 28 നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ നിയമം ആമേൻ അത് സ്ഥാപിക്കുവാൻ അതേ പുതിയ നിയമത്തിന്റെ രക്തം ഹല്ലേലൂയ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം ഹല്ലേലൂയ. അപ്പൊ പുതിയൊരു ഉടമ്പടി ആമേൻ ദൈവം സ്ഥാപിച്ചത് രക്തച്ചൊരിച്ചിലൂടെയാണ് ഹല്ലേലൂയ. ഒന്നാമത്തെ നിയമം കുറവല്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു ഹല്ലേലൂയ ആമേൻ. അതേ പഴയ നിയമ ഭക്തന്മാർ ആരാധിച്ചു വന്ന ആരാധന ആമേൻ കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി കാൽവറി രക്തം ചൊരിയേണ്ടതില്ലായിരുന്നു ഹല്ലേലൂയ. എന്നാൽ എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി രക്തം ചിന്തിയത്? ആമേൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരിക്കൽ യാഗമായി, ഒരിക്കൽ ബലിയായി ആമേൻ അവൻ ആ പരമയാഗമായി തീർന്നതുകൊണ്ട് ആ ക്രൂശിൽ എല്ലാം സഹിച്ചതുകൊണ്ട് ആമേൻ നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. ആ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ള ആമേൻ അതേ ആ അർഹത ഉള്ളവരായി ഞാൻ നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ഹല്ലേലൂയ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ ആമേൻ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ ഹല്ലേലൂയ ആമേൻ. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ. ചിലര് ആക്ഷേപിക്കുന്നതായിട്ട് തോന്നുകയാണ്, ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നുകയാണ്. എന്നാൽ രക്ഷയുടെ പദ്ധതി ദൈവം ഒരുക്കിയപ്പോൾ ആമേൻ ദൈവം ആരോട് ചോദിച്ചില്ല, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യം അവൻ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ നിത്യതയിലേക്ക് പോകുവാൻ ആമേൻ ജഡരക്തങ്ങളോട് അഭിപ്രായം ചോദിച്ചു നിൽക്കാതെ ആ ദൈവീയമായ സമാധാനം അനുഭവിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി ആമേൻ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ജഡരക്തങ്ങളോട് ചോദിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുമ്പോൾ ആമേൻ നീ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ലോകത്തിൽ ഒരു മനുഷ്യനും നിനക്ക് ആമേൻ നൽകുവാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും നൽകി തന്ന് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിന്നെ പിടിച്ചു ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ഹല്ലേലൂയ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാറ്റൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. ആമേൻ. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി. വിശ്വാസത്തിൽ നീ നിലനിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. ഹല്ലേലൂയ. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. ഹല്ലേലൂയ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് ആമേൻ സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ ആമേൻ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും.
ഹല്ലേലൂയ. ഇത് ഇസ്രായേലിനോടുള്ള ഒരു പ്രവചന ശബ്ദമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ എന്നോടും നിന്നോടും ദൈവം അറിയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തീകരണം തടയുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ലോകത്തിന്റെ രക്ഷകനായ ആമേൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണഭൂതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന എന്നെയും നിന്നെയും തകർക്കുവാൻ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലെ വലിയവനായ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്ത് ആമേൻ അതേ പർവ്വതങ്ങൾ ആമേൻ സമുദ്രമധ്യേ വീണാലും ഭയപ്പെടാതെ ആമേൻ ഭക്തന് മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ ആമേൻ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും സൂക്ഷിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മോട് പറയുക, പർവ്വതങ്ങൾ മാറിപ്പോകുമെന്ന്, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പോയി പോകും, ഭൂമി വസ്ത്രം പോലെ പാഴാകും, അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല. ഹല്ലേലൂയ. നീതി അറിയുന്നവരും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളവരെ, ആമേൻ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയുമരുത്. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ ബലമാണ്. അവൻ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ ആമേൻ കുലുങ്ങി സമുദ്രമധ്യേ വീണാൽ, ഹല്ലേലൂയ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാൽ, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കണ്ണുകൾ അടച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം കേൾപ്പിച്ച ആ ദൈവത്തിന്റെ വചനം ആമേൻ നിവൃത്തിയാകും. അതിനെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, അഭിഷക്തനെ, വാഗ്ദത്തം കേട്ടിട്ട് നാളിതുവരെ അത് നിറവേറിയിട്ടില്ലെങ്കിൽ ആ വാഗ്ദത്തം നിവർത്തി ശക്തനായവൻ, ആമേൻ, നമ്മുടെ വേദനയെ അറിയുന്നവൻ, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നവൻ, നമ്മുടെ പ്രയാസങ്ങളെ അറിയുന്നവൻ, നമ്മുടെ കഷ്ടതകളെ അറിയുന്നവൻ. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് കരുണയുള്ള യഹോവ ഇന്ന് രാത്രി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമാധാനം അനുഭവിക്കുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കാൽ നന്ദിയോടെ ഞാനെങ്കിൽ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് ആമേൻ കരുണയുള്ള യഹോവ ഇന്ന് രാത്രി ഞങ്ങളോട് അരുളി ചെയ്തല്ലോ. ഹല്ലേലൂയ. ആകാശം പുക പോലെ ആമേൻ അതേ പോകും, ഭൂമി വസ്ത്രം പോലെ പഴുകും, ആമേൻ, എങ്കിലും ആമേൻ അതേ നിന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, നീതിക്ക് നീക്കം വരുത്തില്ലെന്ന് അരുളി ചെയ്ത ദൈവമേ, ഇന്ന് രാത്രി ഹല്ലേലൂയ, മനുഷ്യന്റെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത് എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രി ആ ദിവ്യ സമാധാനം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. സമാധാനത്തോടെ കിടന്നുറങ്ങത്തക്ക വിധത്തിൽ അനുകൂലമായി ചലിക്കുന്ന കരം ഇന്ന് രാത്രി അങ്ങയുടെ ജനത്തോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും കൂടെയിരിക്കാമെന്ന് പറഞ്ഞ നല്ല കർത്താവിന്റെ മകനീയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കും
ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, സമാധാനമില്ലാതെ ലോകരാജ്യങ്ങളിൽ അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികൾ, അനേക തലമുറകൾ അതേ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം നൽകാത്ത സമാധാനവും സന്തോഷവും നൽകുവാൻ ശക്തനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിനെ യഥാർത്ഥമായി രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അവനെ ഇടയാകട്ടെ. ആ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ആദ്യം ലഭ്യമാകുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാതെ അവരുടെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അന്ധകാരത്തിന്റെ പൂരുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്രിസ്തുവിലുള്ള യഥാർത്ഥമായ സൗഖ്യവും സമാധാനവും അനുഭവിച്ച് ജീവിപ്പാൻ സ്വർഗം എല്ലാവരെയും സഹായിച്ചാട്ട്. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ കൊടുത്താട്ട്, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താട്ട്, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്താട്ട്. ആമേൻ. അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് രാത്രി സ്വർഗം മറുപടി കൊടുത്ത് അവരെ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുക. പ്രാർത്ഥന കേട്ടതിനായി യേശുക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിൽ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്കിത് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ആമേൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. 9744703489 എന്ന നമ്പറിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മെസ്സേജുകൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരവും വീണ്ടും ഇതേ ഫേസ്ബുക്കിൽ ലൈവിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.